ആദ്യം ഞാൻ നല്ലൊരു അടിപൊളി ഷവർമയുടെ റെസിപ്പി ഷെയർ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അടുത്തുണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഷവർമയുടെ ആ ഒരു ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, 1/2 ടീസ്പൂണ് വലിയ ജീരകം, കുറേ എടുക്കണം കേട്ടോ. സ്പൈസസൊക്കെ എല്ലാം കുറച്ച് മതി. 1 ടീസ്പൂണ് കുരുമുളക് പെപ്പർ കോൺസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഏലക്ക, ഗ്രാമ്പൂ, പട്ട ഒക്കെ കുറച്ച് മതി കേട്ടോ, കുറേ വേണ്ട. പിന്നെ വെളുത്തുള്ളി ഒരു 4-5 എണ്ണം എടുക്കാം. തൈര് 2 ടീസ്പൂണ് ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. പിന്നെ കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ, എല്ലാം കൂടി നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കേട്ടോ. എന്നിട്ട് ചിക്കൻ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് കേട്ടോ. നല്ലോണം കുഞ്ഞു കുഞ്ഞു പീസാക്കിക്കോളൂ, എന്നാലേ പെട്ടെന്ന് കുക്കായി കിട്ടുള്ളൂ. എന്നിട്ട് ചിക്കനിൽ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്യണം കേട്ടോ, അത് മസ്റ്റാണ്. എന്നിട്ട് വേണം മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രീസറിൽ ഒരു 30 മിനിറ്റ് വെക്കാം കേട്ടോ. പിന്നെ ഇത് വെളുത്ത എള്ളാണ്, അതൊരു 2 ടീസ്പൂൺ നേരെ എടുത്തിട്ടുണ്ട്. അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. അത് നമുക്ക് ഈ ഷവർമയുടെ സോസ് റെഡിയാക്കാനായിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കാൻ വെക്കാം. ഒരു ഒലിവ് ഓയിലാണ് ഫ്രൈ ആക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചിക്കൻ ഫ്രൈ ആക്കാൻ, എന്നാലേ ആ ഒരു ഷവർമയുടെ ചിക്കൻ പോലെ നല്ല ഇതായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതിൽ വെള്ളം ഊറി വരും ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വെളുത്ത എള്ള് ഒന്ന് വറുത്തില്ലേ, അതൊന്ന് പൊടിച്ചെടുക്കുക ആദ്യം. അതിനുശേഷം അതിലോട്ടൊരു 6 ടേബിൾ സ്പൂണോളം മയനൈസ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ സ്റ്റോർ ബോട്ട് മയനൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ മയനൈസ് ഉണ്ടാക്കാം. അപ്പോൾ പിന്നെ നമുക്ക് കുറേ പണിയാവും, അതുകൊണ്ടാണ്. പിന്നെ 2 ടേബിൾ സ്പൂണോളം തൈര്, കുറച്ച് പാല്, പിന്നെ ഒരു 3 ചെറിയ അല്ലി വെളുത്തുള്ളി, എല്ലാം കൂടി നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചെടുക്കുക. അതാണ് നമ്മുടെ ഷവർമ സോസ്. ഇനി നമ്മുടെ ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ടല്ലോ, ചിക്കൻ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അത് ഇതുപോലെ കത്തിയോണ്ട് നന്നായിട്ടൊന്ന് ഒരു ചോപ്പ് ചെയ്തെടുക്കുക. ഒരു സ്പാറ്റിലും കത്തിയും കൂടി എടുത്തിട്ടുള്ളത് ഞാൻ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുബൂസിലാണ് ഈ ഷവർമ സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഹോം മെയ്ഡ് ഷവർമ റെസിപ്പി സെർച്ച് ചെയ്താൽ കിട്ടും. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക്സ് തന്നിട്ടുള്ള റെസിപ്പിയാണ്. ഇപ്പം പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇതൊന്നുകൂടെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യാം. എന്നിട്ട് ഈ കുബൂസ് റോൾ ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ അടിപൊളിയാവും. ഞാൻ ചൂടാക്കിയിട്ടില്ല, പിന്നെ മടി കാരണം ചൂടാക്കിയില്ല. അല്ലെങ്കിലും ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഈ ഷവർമയുടെ നമ്മളിങ്ങനെ ഷവർമ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഷവർമ കഴിക്കില്ല. പിന്നെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇതിൻ്റെ അകത്ത് വെക്കാം. ഞാൻ പിന്നെ വെച്ചില്ല, കാരണം ഷവർമേൻ്റെ അകത്ത് ആ ചിക്കൻ്റെ ടേസ്റ്റും ആ ഷവർമ സോസിൻ്റെ ടേസ്റ്റും ആണ് അടിപൊളി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. ഇത് ഒരു പ്ലേറ്റ് ഷവർമ പോലെ ആക്കിയതാണ്. അപ്പം എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാം കേട്ടോ.